അല്ലാ നേരം കുറേ ആയല്ല. ഇവളിപ്പോൾ എന്നെ മറന്നാ. എൻ്റെ പള്ള കാളിയിട്ട് വെച്ച. എന്നാ രാവിലത്തെ ചായപ്പൊടിയൊന്നും ശരിയായിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ കാലത്ത് പഴിച്ചു. ഒന്ന് വിൽക്കാതെ പോയി ഇരുന്നിട്ടും കാര്യമില്ലല്ലോ. നല്ലോണം പഴിക്കുന്നുണ്ട്. ആ അമ്മ ചോറ് വിളമ്പി വെച്ചേക്കണം. വരി എടുത്ത് തിന്നോളെ. ആ ആയിക്കോട്ടെ മോളെ, അമ്മാണ്ട് വരാം. ഞാൻ നടന്നോടെ. ഹൗ സമാധാനമായി, ഒന്ന് വിളിച്ചല്ലോ. ഇപ്പാണ് പറഞ്ഞ് നാ കൊണ്ട് എടുത്തിട്ടുള്ളൂ. നല്ല പൈക്കും കൊണ്ട് പോയിട്ട് എടുത്ത് തിന്നിട്ട് പോയിട്ട്. ഇവിടെ നിന്നെത്ര പേരത്ത് ചോറ് വിളമ്പിയേക്കണം. അതൊക്കെ കൊടുക്കുമ്പോൾ തിന്നാൻ പറ്റുമോ? കുറച്ച് വിളമ്പിയാൽ പറഞ്ഞാൽ അവൾ വെക്കൂല. വെള്ളം കൊടുന്ന് വെച്ചാൽ ചൂടുമില്ല. ഇനിയിപ്പോൾ ഇത് വന്നിട്ടുണ്ടെങ്കിൽ 4 ചാട്ട ഉണ്ടാതെ കിട്ടിയ തിന്ന് നീച്ച് പോവാൻ നല്ലത്. ഞാനിവിടെ ഉള്ളതുകൊണ്ട് നിനക്ക് തിരക്കേടില്ല. നേരത്തെ നിനക്ക് തിന്നാൻ കിട്ടുന്നുണ്ട്. ഞാനും കൂടി ഇല്ലെങ്കിൽ എന്താ ഇവിടുത്തെ അവസ്ഥ? ഒന്നും പറയണ്ട. എന്താ അവസ്ഥ? പിന്നെ നോക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നേരത്തിന് തിന്നാൻ വേണ്ടിയിട്ട് തന്നെയാണ് എൻ്റെ മക്കളെ കൂടെ ഞാൻ പെണ്ണെട്ടിച്ചത്. അല്ലാണ്ട് ഇപ്പം എന്നാൽ ഞങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടല്ല. ഞങ്ങൾക്ക് പ്രായമാവുകയാണ്. അപ്പം ഇനി ഞങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് മക്കളെ കൊണ്ട് പെണ്ണെട്ടിക്കുന്നത്. അത് ഞാൻ മാത്രമല്ല, എല്ലാ തന്തിയും നൽകി അങ്ങനെ തന്നെയാണ്. അതിനിപ്പോൾ അത്ര പേർക്ക് പറയാനൊന്നുമില്ല. അങ്ങനെയാണ് ഇച്ച അറിയില്ലേന്. നിങ്ങൾ പറഞ്ഞ നന്നായി. പിന്നെ നിങ്ങളെ വർത്തമാനം കേട്ട വിചാരിക്കുമല്ലോ ഒരു മോനെ കൊണ്ട് നിങ്ങൾ മാത്രം പെണ്ണെട്ടിച്ചിട്ടുള്ളൂ എന്ന്. അല്ല, നിങ്ങളെ എല്ലാ മോനും പെണ്ണെട്ടിയില്ലേ? എന്നിട്ട് ഇപ്പം എന്തായി? ഓള് നാളെ നോക്കണ്ട, നിങ്ങളെ കാര്യങ്ങൾ നോക്കണ്ട, ഒന്നും നോക്കണില്ല. വേണ്ട, ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി തന്നെ ഓളെ കൈ കൊണ്ട് അതും ചെയ്ത് തന്നിട്ടില്ല. അന്ന് കൊടുന്ന അന്ന് തുടങ്ങിയ ഓള് ജോലിക്കോ. പിന്നെ ഓളെപ്പോലെ തന്നെ കയറി വന്നത്. അപ്പം ഞാൻ ഈ പെരയത്തെ പണിയെടുക്കുക. ഞാൻ ഇവിടുത്തെ ഒരു വേലക്കായറ്റി. ഓള് നേരം വെളുത്താലും ഓൾ ഇട്ട ഡ്രസ്സും കൂടി ഇട്ട് കഴിച്ചിട്ടിട്ട് ഓള് പോവുക. ഞാനെന്താ ഓളെ എന്നെ കൊണ്ട് പറയിപ്പിച്ചണ്ട. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയാൻ എനിക്ക് അറിയുള്ളൂ. ഓളിഞ്ഞ് എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. ഓളൊന്നും ജോലിക്കാറ്റിയല്ലേ, അതല്ല നമ്മളെ പറച്ചില്ലേ. നേരം വെളുത്താൽ ഓളാണ് പോവും. നേരം മൂന്തിയമ്മയുടെ കയറി വരും. ഞാൻ എന്തെങ്കിലും വെച്ചുണ്ടാക്കി അത് തിന്നാക്കി എടുക്കുക. പിന്നെ നേരം വെളുത്താൽ തന്നെ അല്ല ഞാൻ ഈ പെരയത്തെ പണിയെടുത്ത് മടുത്തുക്കള്. അങ്ങനെ വരട്ടെ. ഇപ്പൊക്കെ മനസ്സിലായി ഇജ്ജ് കൊടുക്കാണ് വാല് പൊന്തിക്കണെന്ന്. എനിക്ക് തോന്നിയിരിക്കണല്ലോ ലാസ്റ്റ് ജോളെടുത്ത് തന്നെ എത്തുള്ളൂ എന്ന്. ഇജ്ജ് എന്തെങ്കിലും ഏത് കിട്ടാൻ കാത്തിക്കണം. അയിമ പൊട്ട് കയറാൻ. ഓളെ നമ്മൾ കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോൾ ഓളമ്മയും ബാപ്പയും പറഞ്ഞു ഒരത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതാണ്. അപ്പോൾ ഒരു ജോലി കിട്ടുകയാണെങ്കിൽ എന്തായാലും പറഞ്ഞയക്കണം. ഓരോ തന്തിയും തള്ളി ഓരോ മക്കളെ വളർത്തുന്നത് ഓരോ ഇഷ്ടത്തിനാണ്. അപ്പോൾ ഓരത്രയും ഇടങ്ങാറായിട്ട് ആ പെണ്ണിനെ പഠിപ്പിച്ചെങ്കിൽ അവർക്കൊരു ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞയക്കണം. അത് ശരി, ആയ കാലത്ത് എജ്ജും പഠിച്ചാൽ മതിയേന്, എന്നാൽ എനിക്കും പോവാന്. ഇത് പറഞ്ഞു ഈ പേരത്തെ പണിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. എനിക്കും ഓളെ നേരം വെത്തപ്പാട് പോവാന്. പിന്നെ എൻ്റെ കാര്യമല്ല, അതെങ്ങനെയെങ്കിലൊക്കെ പോകും. നിങ്ങളൊക്കെ ഇപ്പം എന്നാ ഇപ്പം ഇങ്ങോട്ട് കയറി വന്നത്? അത് വരയ്ക്ക് എൻ്റെ മക്കളെ ഞാൻ ഈ പെരറ്റ പണി ഞാൻ എടുത്തു. എൻ്റെ അമ്മേ, 2-3 ആൾക്കാർക്ക് വെച്ചുണ്ടാക്കാനാ വലിയ പണി. ഇപ്പം എന്താ ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടാണ് ഇപ്പോൾ ഈ കളി കളിക്കണത്. പണ്ട് കാലത്ത് ഇങ്ങനെ ഇപ്പം അതാ അരി ബക്കറ്റിൽ നിന്ന് അരി എടുക്കാൻ നിൽക്കുക. ആദ്യമൊക്കെ ഞങ്ങളെ പിന്നെ പുഴുങ്ങിയിട്ടൊക്കെ ഇനി അരി ചോറും ഇതൊക്കെ വെച്ചിരുന്നത്. ഇപ്പം അതാ മല്ലിപ്പൊടി മഞ്ഞപ്പൊടിയൊക്കെ പാത്രത്തിലാക്കി. ഞങ്ങളെന്താ കാട്ടിയത്? കേകി ഉണക്കി പൊടിക്കലേനി. ഇപ്പം നിങ്ങൾക്ക് എല്ലാ സുഖം. അമ്മിമട്ട അരക്കലേനി കറി വെക്കാൻ.
അപ്പം നിങ്ങൾ മിക്സിയിലിട്ട് കറക്കിയാൽ മതി. എല്ലാ സുഖം ഉണ്ടായിട്ട് നിങ്ങൾ തിന്നരാ. ഇത് പൊയ്ക്കോ, എനിക്ക് പണിയെടുക്കണമെങ്കിൽ ഇത് പൊയ്ക്കോ. പണി കിട്ടുകയാണെങ്കിൽ ബേജാറ് വേണ്ട മോളെ. എൻ്റെ കാര്യമല്ല, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കഴിഞ്ഞ് പോയിക്കൊണ്ട്. വർത്താനം കൂട്ടാൻ ഇവിടെ സമ്മതിക്കൂല. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഞാൻ തീരെ സമ്മതിക്കൂല. മരക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. ഇതിലെന്നും അവിടെ വർത്താനം ഒന്ന് പറയിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കാൻ അവിടെ പറ്റൂല. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം വേണ്ട. ഇജ്ജ് പൊയ്ക്കോ, എനിക്കൊരു പണിക്ക് ഇജ്ജ് ശ്രമിച്ചോ. 10ാം ക്ലാസ്സല്ലേ, അതിനുള്ള പണിയൊക്കെ കിട്ടും എനിക്ക്. ഇജ്ജും പൊയ്ക്കോ. അത് വലിയ വർത്താനം പറഞ്ഞു. തിന്നാൻ നേരത്തെ ഒരു സുഗന്ധമില്ല. എന്നും അങ്ങനെ തിന്നാനും വന്ന് ഇരുന്നാൽ പിന്നെ എൻ്റെ ഈ വർത്താനം തന്നെ ഒരു സ്വസ്ഥ സമാധാനം എന്നെക്കൊണ്ട് നിൽക്കുന്നുണ്ടാവില്ല. ഓ, ഞാനല്ല ഇപ്പം നിങ്ങൾക്ക് സ്വസ്ഥ സമാധാനം തരാത്തത്. ഇനി ഞാൻ കാരണം നിങ്ങൾ തിന്നാതിരിക്കണ്ട. എന്താ പിന്നെ നിങ്ങളെ വർത്താനം? നേരം ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ ചാടിക്കുമ്പോൾ ചോറ് തിന്നുമ്പോൾ എപ്പോഴും ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാ. ഏതായാലും നിങ്ങൾ തിന്നോളി, ഞാൻ കാരണം നിങ്ങൾ തിന്നാതിരിക്കണ്ടെങ്കിൽ. പോയാ കുറച്ചോനെ. എന്നും ഇങ്ങനെ തന്നെ. ചായ കുടിക്കാൻ വന്നാലും ഇങ്ങനെ തന്നെ, ചോറ് തിന്നാലും വന്നാലും ഇങ്ങനെ തന്നെ, എന്നും ഇങ്ങനെ തന്നെ. കേട്ട് 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 മടുത്തുക്കണം. എന്തെങ്കിലും ഒരു പ്രശ്നം അവൾക്ക് ഉണ്ടാക്കണം, അതിനറക്കാം. ഇന്നോടെ ചാടി കളിക്കുള്ളൂ. ഓള് വന്നാൽ എന്താണ് തേനെ പുക ചക്കര. ഓള് തിരിഞ്ഞു കഴിഞ്ഞാൽ ഓളെ കുട്ടി ഇങ്ങോട്ട് പറയും. ഓളുള്ളപ്പോൾ സുജായ. എന്നെങ്കിലും നേരത്തെ കാലത്തൊന്ന് കുളിച്ച് ഒരു പാത്തിരിക്കണം. അവൾ സുബൈക്ക് കയറിയാലും തിരിഞ്ഞു മറിഞ്ഞ് വന്നാലും 2 മണിയൊക്കെ കഴിയും. ചില കുളിയൊക്കെ കഴിയണമെങ്കിൽ നേരത്തെ കഴിഞ്ഞല്ല. എന്താ പൽമാറിൻ്റെ ഒക്കെ ഒരു കോലം മടക്കിയൊക്കെ ആയിട്ട് എങ്ങനെ നേരം ഉണ്ടാവുക? ഫുൾ ടൈം വെച്ചുണ്ടാക്കുക, പാത്രം കേൾക്കുക, ഇതന്നെയല്ല എനിക്ക് പണി. എനിക്കൊരു റെസ്റ്റ് ഉണ്ട് ഇപ്പം ഇവിടെ. ഇപ്പം ആരാ ഫോൺ വിളിക്കണത്? അമ്മയാണല്ല. ഹലോ ഉമ്മ, എന്താ പാട്? എൻ്റെ സുഖം. പരമ സുഖമല്ല അവിടെ. ഇന്ന് നേരത്തെ പണി കഴിഞ്ഞിരിക്കണം. അപ്പം അങ്ങനെ വിചാരിക്കുക നേരത്തെ കാലത്ത് പണി കഴിഞ്ഞാലോ ഒന്ന് നേരത്തെ ഒന്ന് കുളിച്ചൊന്ന് കെടുക്കണമെന്ന്. അൽമാറയത്ത് എന്നോട് പറയാം മടക്കിയൊക്കെ ആയിട്ട് ഉറക്കുണ്ട്. കണ്ണി കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ തിമ്പിയൊക്കെ മടക്കുക. അപ്പം അങ്ങനെയാണ്ട് ചിരി വെക്കും. പിന്നെ മടക്കാൻ ചോദിച്ചു. ഇന്നിപ്പോൾ ഇങ്ങനെ വിചാരിച്ച് ഒന്ന് മടക്കി വെച്ചാലോ. എന്ത് പണി? ഒരു പണി എടുക്കൂല. നേരം വെളുത്ത ഓളാട് പോകും. ഓള് കിട്ടാ ഡ്രസ്സും കൂടി കഴിച്ചിട്ട് തരലാണ്. ഒരു റെസ്റ്റ് ഇല്ലമ്മ. നേരം വെളുത്ത അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ചായ, ചോറ്, കടി ഇതൊക്കെ തന്നെ. 10 മണിക്ക് ഉമ്മക്ക് കഞ്ഞി, അയക്കെന്തെങ്കിലും കൂട്ടാൻ, പിന്നെ ഉച്ചക്ക് അതൊക്കെ. എന്നാൽ പിന്നെ നേരത്തിന് ഉമ്മ വന്ന് വിളമ്പി തിന്നും. വിളമ്പി വെച്ചും ചെയ്യും വേണം. റൂമിൽ പോയിട്ട് ഉമ്മ നമ്മൾ നടത്തി വെച്ചിക്കണമെന്ന് ചെന്ന് പറയും വേണം. അതാണ് എൻ്റെ ഒരവസ്ഥ. ഞാൻ എപ്പോഴും കൂടി ഇപ്പം ഉമ്മാനോട് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളെ ഇളയ മരുവള് അങ്ങനെ പോണ് ഇങ്ങനെ പോണ്, നേരം വെളുത്ത് അങ്ങനെ പോകും, ഒരു പണി എടുക്കൂല. എന്നാൽ ഓളെ കൊണ്ട് ഒരു ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കണം, അങ്ങനെ ഇങ്ങനെയായിട്ട് അതിന് 4 ചാട്ടൊക്കെ ചാടി. എന്നോട് അജ്ജും പോയിക്കോ, 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടല്ലേ ഉള്ളൂ. ആയ കാലത്ത് എനിക്ക് പഠിക്കാൻ പോയിന്. ഇനി 10ാം ക്ലാസ് വരെ പഠിച്ചവർക്ക് അത്രയുള്ള ജോലിയൊക്കെ ഉണ്ടാവും. ഇജ്ജും പോയിക്കോ, ഞാൻ എൻ്റെ കാര്യമല്ല, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ചു പോട്ടെ. അന്ന് പിന്നെ അങ്ങനെ പറഞ്ഞ് എൻ്റെ തൊള്ള അടുപ്പിക്കാൻ വേണ്ടി ഇരിക്കണത്. ഞാൻ പിന്നെ ഒന്നും പറയില്ലല്ലോ. ഞാൻ പൊന്നാരം എൻ്റെ അമ്മ എനിക്ക് പൂതിയില്ലായിട്ടല്ല, എനിക്ക് നല്ലോണം പൂതിയില്ല. ഒരു ആഴ്ചക്ക് ഇല്ലെങ്കിൽ ഒരു 2 ദിവസം വന്ന് നിൽക്കാൻ. പക്ഷെ ഇവിടെ നിന്ന് ഉമ്മ സമ്മതിക്കൂല. പിന്നെ നമ്മളെ മരുവന് അത്രയും സമ്മതിക്കൂല. ഉമ്മ പറഞ്ഞു തന്നെ ഓള് നേരം വെളുത്താളോ പോയി, ഓള് വൈകുന്നേരം വരെ, പിന്നെ എൻ്റെ കാര്യം ആരാ നോക്കുക, അങ്ങനെ ഇങ്ങനെയെന്ന് ഉമ്മ പറയും. മോനും അങ്ങനെ തന്നെ പറയും, എൻ്റെ അമ്മാനെ ആരാ നോക്കുക, അങ്ങനെ ഇങ്ങനെയെന്ന് പറയും. എന്തിനാ പിന്നെ ആ ദിക്കണും വേണ്ട 10 വേണ്ട, ഞാൻ ഇപ്പോൾ ചോദിക്കാൻ നിർത്തിയേക്കണം. നിങ്ങൾ വന്ന് ചോദിച്ചോളൂ, ഞാൻ ഏതായാലും ചോദിക്കൂല. എന്നാലും ഉമ്മാൻ്റെ തൊളയെ കൊടുക്കണം മുഴുവൻ നിങ്ങൾ വീട്ടും ചോദിക്കോളൂ. ആയിക്കോട്ടെ, ഞാൻ പിന്നെ വിളിക്കാം. പോയിട്ട് വേഗം തിരുമ്പി കുളിച്ചേട്ടാ. ശരി എന്നാൽ.
ഇമ്മ ഒന്ന് ചോദിക്കേ എന്താ ചോദിക്കോട്ടെ. ഞാൻ ഏതായാലും ചോദിക്കൂല. എനിക്ക് നല്ല ഉറപ്പാണ് ഇവിടുന്ന് പറഞ്ഞേക്കൂല. ഇതൊരു നരകമാണ്. ഈ നരകത്തിൽ കിടന്ന് മരിക്കാണ് എൻ്റെ വിധി. ഏതായാലും പോയി കുളിക്കട്ടെ. ഓൻ്റെ റബ്ബേ, എന്തെങ്കിലും നേരത്തെ വന്ന് എന്നാൽ പിന്നെ വേണ്ടല്ലോ. അമ്മായിമാർക്ക് ഒരു ഗ്ലാസ് ചായ ഇട്ട് കൊടുക്കുക. അതിനിപ്പോൾ ഞാൻ കുളിച്ച് വന്നിട്ട് വരെ ഓൾ ഈ റൂമിൽ ഇങ്ങനെ മുറിട്ടിരിക്കും. എല്ലാം ചെറിയ ഇജ് ഇന്നെങ്കിലും നേരത്തെ വന്ന് ഞാൻ വെറുക്ക് കുളിച്ചിട്ടില്ല. എനിക്ക് ഒരു ഗ്ലാസ് ചായ ഒന്നും ഉമ്മാക്ക് ഇട്ട് കൊടുത്തൂടെ? എന്നുമില്ലല്ലോ, എന്നും മോന്തിക്കല്ല കയറി വരുന്നത്. ഇന്നേ ഇജ് നേരത്തെ വന്ന സ്ഥിതിക്ക് അമ്മായിമാരെ കാര്യം എനിക്കും നോക്കാം. എനിക്ക് മാത്രമല്ല, ഞാൻ മാത്രമല്ല അവിടെ കയറി വന്നത്. ഇജും കയറി വന്ന ബോധം എനിക്കും ഉണ്ടായിക്കോട്ടെ. എനിക്കേ നിങ്ങളെപ്പോലെ തന്നെയാണ്, ഞാനൊരു മനുഷ്യ സ്ത്രീയാണ്. എനിക്കും കുളിച്ചിട്ട് ഒരു ഭാഗത്ത് ഇരിക്കണം, എനിക്കും പൂതിയുണ്ട്. ഇപ്പോൾ ഇതാ ഇജ്ജ് എൻ്റെ പണി കഴിഞ്ഞിട്ട് ഇജ്ജ് വന്നിരിക്കണ്, ഫോണുമ്മ നോക്കണ്. അതേപോലെ എനിക്കും ഫോണുണ്ടേ. ഓരോ ദിവസം നെറ്റ് വെറുതെ പോവുകയാണ്. എന്താ നേരം? എനിക്ക് നേരമില്ലേ. ഈ പെരത്തെ പണി കഴിഞ്ഞിട്ട് അയിമ തോണ്ടിയിരിക്കാൻ എനിക്ക് നേരമില്ല. അതുകൊണ്ട് ഇമ്മാക്കൊരു ഗ്ലാസ് ചായ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഞാൻ വേഗം തിരുമ്പി കുളിക്കാതിന്. പൊന്നാരൻ്റെ താത്ത, ഇന്നാണ് കുഴക്കും ക്ഷീണം പ്രത്യേകിച്ചുണ്ട്. എനിക്ക് ഇന്ന് നല്ല ജോലിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര തലവേദന ഉണ്ട്. ഞാൻ ഫോണിൽ എന്തെങ്കിലും മെസ്സേജും കാര്യങ്ങളും വന്നപ്പോൾ നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫോൺ എടുത്തത്. ഞാനിപ്പോൾ ഒന്ന് കിടന്നാൽ മതി വിചാരിച്ചിരിക്കണം. എത്ര ഈച്ചിട്ടാണ് ഈ തലവേദനയുടെ ഒഴിവ് ഇങ്ങനെ കുടിക്കുക. ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ മാറും. അപ്പം ഞാൻ കിടക്കാൻ പോവുകയാണ് താത്ത. ഓ, ഇന്നൊക്കെ ജോലി എടുത്താൽ കുഴക്കും ക്ഷീണം. എനിക്ക് ഇപ്പം എൻ്റെ ഉള്ളിൽ ജോലി എടുത്താൽ എനിക്കതില്ല. എനിക്ക് നേരെ പുറത്ത് പോയിട്ട് ആരാൻ്റെ പണി എടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മാസം ശമ്പളം കിട്ടുന്നുണ്ട്. എനിക്കൊരു ചുക്കും തരുന്നില്ല, ആരും തരുന്നില്ല. എനിക്ക് ആട്ടും തുപ്പും മാത്രമേ ഉള്ളൂ. തലവേദന ഉണ്ടാല മരുന്ന് കുടിച്ചിട്ട് ഒരു ഇതില്ല, കിടന്ന് ഉറങ്ങാൻ പോവുകയാണ്. എനിക്ക് ഈ പെരയിലേ പറയാൻ പറ്റുള്ളൂ, ഇന്നോടാ പറയാൻ പറ്റുള്ളൂ. എൻ്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും മുത്തച്ഛകളുണ്ടെങ്കിൽ എൻ്റെ തലയിൽ കൂടെ വെള്ളം ഒഴിക്കും. മാതിയുള്ള സ്വഭാവമൊക്കെ ആണെങ്കിൽ എൻ്റെ നിവൃത്തികളോണ്ടാണ് ഞാൻ അവിടെ നിന്ന് പോണത്. വേറെ ഏതെങ്കിലും എന്താപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്കൊക്കെ ഇന്നലെ കാര്യം, നിങ്ങൾക്ക് സോക്കട് നിങ്ങൾക്ക് കിടക്കണം, റെസ്റ്റ് എടുക്കണം. അതൊക്കെ തന്നെ ഇന്നലെ ചിന്താഗതി. എനിക്ക് ഇനിയിപ്പോൾ എന്ത് സോക്കട് വന്നാലും എനിക്ക് ഇനി എന്തെങ്കിലും കിടന്നാലും എനിക്ക് പറ്റൂല ഈ പെരയിൽ. ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റുകാരി, ഞാൻ അഹങ്കാരി, എനിക്ക് കണ്ണീ പിടിക്കൂല. ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷെ കാര്യം പറയാനുള്ളത് ഞാൻ പറയും, ആരെ മുഖത്ത് നോക്കിയിട്ടു. എൻ്റെ ഈ സ്വഭാവം ഒന്നും ഇപ്പം നടക്കൂല. എനിക്ക് നേരം വെളുത്താൽ എൻ്റെ കൂടെ നീച്ചാലെന്താ? എനിക്ക് ചോറും കൂട്ടാനൊക്കെ നിന്നെ കൊണ്ട് എന്തിനെപ്പിച്ച് ചെയ്യിപ്പിക്കണത്? ഈ ചോറും കൂട്ടാനൊക്കെ അനക്കന്നെ ചെയ്യുക. എന്നെപ്പോലെ തന്നെ കുറേ പെണ്ണുങ്ങളുണ്ട് പണിക്ക് പോകുന്നത്. കുട്ടികളുള്ളവർ അവരാരെ കാര്യം നോക്കി, കുട്ടികളെ കാര്യം നോക്കി പണിക്ക് പോകുന്നവരുണ്ട്. എനിക്ക് കുട്ടിൻ ചട്ടിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നേരം വെളുത്ത പാട് അടുക്കളയിൽ കണ്ട് ഇറങ്ങിയിട്ട് ചോറും കൂട്ടാനൊക്കെ ആക്കിയിട്ട് പോയിക്കോ. നാളെ മുതൽ ഇൻ്റെ കജ്ജോണ്ട് ചോറും കൂട്ടാനാക്കിയെന്ന് വെച്ചിട്ട് ഇജ്ജി ഇരിക്കണ്ട. എൻ്റെ കഥയാണ്. എന്നിട്ട് തന്നെ മനുഷ്യനിക്ക് ഇവിടെ ഇഷ്ടം കണിക്ക് പണിയാണ്, ഓരോ പണിയാണ്. വേണ്ട എൻ്റെ ഇട്ട കഴിച്ച ഡ്രസ്സും കൂടി ഇജ്ജ് വന്ന് തിരുമ്പുണ്ട് ജി. അതും എനിക്കല്ല തരുന്നത്. എനിക്ക് ഞായറാഴ്ച ലീവാണ്. അപ്പോൾ എനിക്ക് കൊടുക്കും അങ്ങനെ മീറ്റപ്പ്, ഇങ്ങനെ മീറ്റപ്പ്, അല്ലെങ്കിൽ അവിടെ ഇത്, അല്ലെങ്കിൽ കല്യാണം കളിയാട്ടം, അങ്ങനെ ഇജ്ജോട് പോകുന്ന നേരം വെളുത്താട്. ഇതേപോലെ എനിക്കുണ്ട്. ഞാൻ ഇവിടുന്ന് പോകണമെന്നില്ല. ഞാൻ ഈ വെജാത്ത അമ്മാനെ നോക്കി ഞാനിവിടെ ഇരിക്കുക. ഇന്നെപ്പോലെ കയറി വന്നതന്നെ ഇജ്ജും. അതുകൊണ്ട് രണ്ടാൾക്കും നോക്കേണ്ട ബാധ്യത ഉണ്ട് അമ്മായിമാന. അതുകൊണ്ട് നാളെ മുതലേ കുട്ടീൻ്റെ പണി എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവിടുന്ന് പോയാൽ മതി. ഇനി ഇന്നെ കൊണ്ട് പറയിപ്പിക്കാനുള്ള അവസരം ഇജ്ജ് ഉണ്ടാക്കാൻ നിൽക്കണ്ട, പറഞ്ഞേക്കാം. താത്ത എന്തൊക്കെയാ ഇപ്പം പറഞ്ഞു കൂട്ടിയത്? വെയ്യ. നാളെ നേരത്തെ നീച്ച് ചോറും കൂട്ടാനും ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും തന്നെ നേരം വെക്കിയിട്ടപ്പം അങ്ങോട്ട് ചെല്ലണത്. ഇപ്പം ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുമ്പോഴത്തേക്കും മിക്കവാറും എൻ്റെ ജോലി പോവും. സമാധാനം പോയല്ലോ. തലവേദന കൂടി. ഇനിയിപ്പോൾ കിടന്നാലും തലവേദന മാറൂല. ഗുളിക തന്നെ കുടിക്കണം. വെച്ച എന്താ പിന്നെ കാട്ടുക?